നീ വണ്ടി ഇടിച്ചിട്ട് അശനെ നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് നന്നായി. എന്താടാ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊണ്ടാലാ നിനക്കാണ് അപസമ്പ്രദായ വേഗം ചെല്ലടാ പിടിച്ച്. അതെ, എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക്. വീണ്ടവർ എത്രയും പെട്ടെന്ന് വീണ്ടാണ്. ഇനി ആ വണ്ടി ഓട്ടം പോകൂല. നിങ്ങൾ ആലോചിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. നാളത്തെ പത്രത്തിൽ വാർത്ത വരുമ്പോ ഒരു ചൂട് വേണ്ടേ? ഞങ്ങൾ വിചാരിച്ച നീ പിന്നെ ഈ ഭൂമിക്ക് മുകളിലുണ്ടാവില്ല. ഈ നാട്ടിൽ തന്നെ, ഈ മാർത്താണ്ഡപുരത്ത്. നാളത്തെ സൂര്യോദയം കാണാൻ അവൾ ഉണ്ടാവരുത്. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ മോനെ? വീടില്ലടി നിന്ന ഞാൻ. നേരം ഞാൻ ദേവേട്ടന് ഫോൺ വിളിക്കുന്നു. വാവച്ചൻ മുതലാളിയുമായി അല്ലി ടീച്ചർ പണ്ടൊന്ന് ഉടക്കിയതാണല്ലോ, അതിന്റെ ചൊരുക്കുണ്ടാവും. സാർ, ഈ കൂട്ടത്തിൽ ആരെയും ഞാൻ സ്കൂളിൽ കണ്ടതായി ഓർക്കുന്നില്ല. അപ്പൊ താൻ അവരെ ഒളിപ്പിച്ചല്ലേ? ഇല്ല സാർ, ഈ കൂട്ടത്തിൽ ആരെയും ഞാൻ സ്കൂളിൽ കണ്ടതായി ഓർക്കുന്നില്ല. അപ്പൊ താൻ അവരെ ഒളിപ്പിച്ചല്ലേ? ഞങ്ങളുടെ സ്വർഗത്തിൽ ഇപ്പൊ 3 വീൽ ചെയറാ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നേ. പൂരം പറഞ്ഞ പുരുഷനാടാ ഞാൻ. വെറുതെ കിടന്ന് പൂരം തുള്ളണത് താനറിയില്ല, പക്ഷെ താൻ അടിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മുഴുവൻ അറിയും. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ സന്തോഷമല്ലേ തോന്നുക? വേണ്ടമ്മേ, ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ ഒന്ന് കയറിയതല്ലേ ഉള്ളൂ. നിങ്ങൾ വിശ്രമിക്കുക. അമ്മ ചായ ഇട്ടോളൂ. സാറ് ചായ കുടിച്ചിട്ടേ പോവുള്ളൂ. 2 ദിവസമായി സാറിനോടൊരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. ഓരോരോ തടസ്സങ്ങൾ കാരണം പറയാനും പറ്റിയില്ല. ടീച്ചർക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല. ഇനിയിപ്പൊ പറയാലോ. പറയാനുള്ളത് മറ്റൊന്നുമല്ല. സാറോട് ഉണ്ടായിരുന്നോ? പുറത്ത് കാറ് കിടപ്പുണ്ട്, സാറിനോട്ട് കണ്ടതുമില്ല. എങ്ങോട്ട് പോയെന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ഈ ഫ്രൂട്ട്സ് ഒക്കെ കാറിലായിരുന്നു. ഓ, ഞാനത് എടുത്തോണ്ട് വന്നതാ.
നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ദേവേട്ടൻ രാവിലെ പോയതാ, ഇതുവരെ വന്നില്ല. അതിന് നീ എന്തിനാ ഇവിടെ കാത്തിരിക്കുന്നത്? അവൻ വന്നോളും. ഞാൻ കൊറേ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ദേവൻ കുഞ്ഞിന്റെ കാര്യത്തില് നീ എന്തിനെത്ര ആദ്യ പിടിക്കുന്നേ? അവൻ വരേ പോവേ എന്തെങ്കിലും ചെയ്യട്ടെ, നിനക്കെന്താ കാര്യം? നിനക്കിങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യം എന്താ? നിന്റെ ആരാ അവൻ? ചില ദിവസം ആയമയും ദേവേട്ടനെ കാത്തിരിക്കാറുണ്ടല്ലോ. ആയമയുടെ ആരെങ്കിലും ആയിട്ടാണോ ദേവേട്ടൻ? ഞാനേ ദേ ഈ കൈകളിലിട്ട് വളർത്തിയതവനെ, അതുകൊണ്ടാ ഞാൻ അവനെ കാത്തിരിക്കുന്നേ. നിനക്ക് കാത്തിരിക്കേണ്ട കാര്യം എന്താ? എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ട് ഞാൻ കാത്തിരിക്കുന്നതിന് ആയമയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആയമയ്ക്ക് കാത്തിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് ആയമേ ഇരുന്നു, അല്ല പിന്നെ. ബിംബം വെച്ച പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? ആശ്രയകരം. ഞാൻ ഇറങ്ങട്ടെ. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ചിന്നനോടോ മറ്റോ പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ എത്തിക്കോളാം. ഞങ്ങൾ ഈ നാട്ടിൽ കാലുകുത്തിയ അന്ന് മുതൽ സാറിന് ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. ഇവൾമാർക്ക് എന്താ പറ്റിയ? കള്ളദീനം കാണിച്ചിരിക്കുന്ന ഇവളുമാരുടെ മുട്ടാലും ഒക്കെ നല്ല അടി വെച്ചു. അടി ആരടി? ആ മന്ത്രവാദി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പൗർണമി അവളുടെ മരണത്തിലേക്ക് സ്വയം പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുക. നമുക്ക് രണ്ടുപേർക്കും കൂടെ മുരളിയുടെ വീട് വരെ ഒന്ന് പോയി അവൾ അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് വന്നാലോ? ഉണ്ടെങ്കിൽ അവളെ കൈയോടെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാം. നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. ഇന്ന് തുടങ്ങും വിലാസിനിയുടെ കളികൾ. തൃച്ചംബരത്തിന്റെ അടിവേരില ആദ്യത്തെ വെട്ട്. വിലാസിനി, എന്നാലും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് റൂട്ടിൽ തന്നെയാണ് മക്കളെ. കാര്യങ്ങൾ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചതേ ഈ ഞാനാ. എനിക്കൊരാവശ്യം വരുമ്പോ മാമനത് മറന്നേക്കരുത്. ഇല്ലടാ, ഈ ജന്മത്ത് ഞാനത് മറക്കൂ. നിന്റെ മഹാരാജാവായിരുന്ന വസുദേവൻ ഈ കംസനുമായി മല്ലയുദ്ധം നടത്താനുള്ള സന്ദേശം അയക്കും. സൂര്യാസ്തമയത്തിന് അല്പസമയമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരുടെ അവസ്ഥയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഈശ്വരൻ രക്ഷിക്കാതിരിക്കില്ല. ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു അഞ്ജന അപ്പുക്കുട്ടൻ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കുകളൊന്നുമില്ല, എന്നാലും ഉണ്ണിക്കുശുമ്പ് ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതെ, പെണ്ണുങ്ങൾക്ക് എന്തായാലും മനോജേട്ടനെ സമ്മതിക്കണം. മനോജേട്ടന്റെ വിധി. അതെ, വിധി. കൊറേ മനോജേട്ടന്മാരുണ്ടല്ലോ അല്ലേ? അതെ, പിന്നെ ഉണ്ടോ? ആ, ഉണ്ട്. നമ്മളെ നാണം കെടുത്തിട്ട് ഞാൻ ആ പരാതി പിൻവലിക്കാന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് ഏട്ടൻ വെറുതെ നുണ പറഞ്ഞതാ. താനീ 2000 കിലോ കൊണ്ട് വല്ല കളിപ്പാട്ടം വാങ്ങാൻ ഇറങ്ങിയതാണ്. പിന്നെ സിനിമയിലുള്ള ഒരു പാട്ട് പാടുന്നതിന് ഇത്ര 3 ലക്ഷം രൂപ ചോദിച്ചാൽ എവിടുത്തെ എടുത്തിട്ട് കൊടുക്കാനാ? പിന്നെ സിനിമയിലെ പാട്ടല്ല, അല്ലെ വീട്ടിൽ വേറെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പാട്ടൊന്നും അല്ലല്ലോ. അല്ല, ഈ ചേച്ചി വേണ്ടെങ്കിൽ വരുന്നില്ലേ വേണ്ട. നമുക്ക് റിമീറ്റ്. ഇവൾമാർക്ക് എന്താ പറ്റിയ? കള്ളദീനം കാണിച്ചിരിക്കുന്ന ഇവളുമാരുടെ മുട്ടാലും ഒക്കെ നല്ല അടി വെച്ചു. അടി ആരടി?